ഹലോ, നമ്മൾ ഈ ചാനലിലൂടെ 100 കണക്കിന് സിനിമകൾ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി വില്ലനായിട്ടുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്, ക്യൂട്ട് വില്ലന്മാരുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നായകനും വില്ലനും തമ്മിൽ ഇങ്ങനൊരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഉള്ള പടം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ നായകൻ്റെ ഇൻട്രോ കാണിക്കണം, ആൻഡ് അതിനൊരു ഇൻട്രോ സോങ് കൂടെ വേണം. പക്ഷേ പുള്ളിക്ക് സാധാരണ ഇൻട്രോ സോങ്ങിനോടൊന്നും താല്പര്യമില്ല, കാരണം അതിലൊന്നും ഒരു വെറൈറ്റി ഇല്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഒരു ഐഡിയ ആയിട്ട് വരുന്നത്. ഓ ബലേബേഷ്, ഇത് തന്നെ മതി നമ്മുടെ സിനിമയിൽ. ഇതൊക്കെ കണ്ട ആൾക്കാരൊക്കെ കോരിത്തെരിക്കും. Come on everybody. Hey Mona, you know na, it's because of this shopper. Come on everybody. Kamala no sudundu, Kamala hair cut. വരുന്നു സോനു ഭായ്. ആൻഡ് പിന്നെ നമ്മുടെ സോനുവിനെ പറ്റി പറയുകയാണെങ്കിൽ അതും വെറും മാസം എന്നല്ല, വിജയുടെ ഒക്കെ ചൂയിങ്കം പോലെ പുള്ളിക്ക് ഒരു ട്രേഡ് മാർക്ക് ആയിട്ടുണ്ട്, ലോലിപോപ്പ്. അങ്ങനെ ഇൻട്രോക്ക് ശേഷം പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാ തെലുങ്ക് സിനിമയും പോലെ തന്നെ ഒരു ഫൈറ്റ് അങ്ങ് വരും. ആഹാ, കൊല്ലുന്നതിന് മുന്നേ എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ടല്ലോ, വെരി ഗുഡ്. എനിക്ക് മെല്ലെ ചെയ്യാനൊന്നും അറിയില്ല, ഒറ്റയടിക്ക് തീർത്താ ശരി. മോളെ നിനക്കൊന്നും പറ്റില്ലല്ലോ? ഒരു കുഴപ്പമില്ല, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരെ. അതെന്തിനാടെ നീ അങ്ങനെ ഒരു കറക്കൽ ഇറക്കിയേ? അതിന്റെ ആവശ്യം എന്തായിരുന്നു ഫൈറ്റിൽ? ആൻഡ് അത് വെറുതെ ഇറക്കിയതല്ല, പുള്ളിക്ക് ഫൈറ്റിന്റെ ഒക്കെ ഇടയിൽ ആ പെണ്ണിനോട് ഇഷ്ടം തോന്നി അത്ര. ഒരു 52 കാണുമല്ലേ? ആന്റിയെ പോലെ തോന്നുന്നുണ്ടോ? I am just 23. 23യോ? അതേതായാലും നന്നായി. ഈ സോനു സ്ത്രീകളുടെ പ്രായത്തെ കുറിച്ച് സംസാരിക്കാറില്ല. അപ്പൊ ഒരു 10 സെക്കൻഡ് മുന്നേ പ്രായത്തെ പറ്റി സംസാരിച്ച പിന്നെ നിന്റെ ഞാൻ വെയിറ്റിനെ കുറിച്ചാ പറഞ്ഞത്. ഓ ആണോ, സോറി സോനു, തെറ്റെന്റെ ഭാഗത്താ. സോനു അത്തരക്കാരനല്ല, നല്ല മനുഷ്യനാണ്. വീണ്ടും സോറി ഫോർ എവരിതിങ്. എന്റെ വീട്ടിൽ നിനക്കെന്തിനാ? ഫ്യൂച്ചറിൽ എനിക്ക് പോക്കേണ്ടി വന്നാലോ? അങ്ങനെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ചേട്ടാ ഇവളിത് ഏത് വണ്ടിയിലാണ് പോകുന്നത്? അതായത് അത്രയും സ്പീഡും ഉണ്ട്, അത്രയും ഹൈറ്റും ഉണ്ട്, അപ്പം മിക്കവാറും സ്കൂട്ടർ ആയിരിക്കും അല്ലെങ്കിൽ സ്കേറ്റിംഗ് ബോർഡായിരിക്കും അല്ലേ? എന്നാൽ അല്ല, ദിസ് ഈസ് സോനു എക്സ്പ്രസ്. വീട്ടിൽ വന്നും അടിച്ച് പിരിക്കുന്നില്ലേ. അങ്ങനെ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ സോനുവിന്റെ ലവ് ലൈഫ് കുറച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പ്രൊഫഷണൽ ലൈഫിനെ പറ്റി സംസാരിക്കാം. സോനുവിന്റെ പ്രൊഫഷണലിസം ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ഒരു കൊച്ചു ബ്യൂട്ടി പാർലറിലേക്ക് വരും, അതിന്റെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാക്കി വിടും. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലും ഉള്ളൂ. എന്നടാ സോനു പണി വെച്ചിരിക്കുക. ആൻഡ് പക്ഷേ ഈ ലുക്ക് കണ്ടിട്ട് നമ്മുടെ റുസ്റ്റും ബൈക്ക് പെണ്ണിനെ അങ്ങ് ഇഷ്ടപ്പെടും. റുസ്റ്റും ബൈക്ക് മാത്രമല്ല, പുള്ളിയുടെ കുടുംബക്കാർക്കും അങ്ങ് ഇഷ്ടപ്പെടും. മാവാസി തോൽക്കുന്ന സൗന്ദര്യം, ഇരുട്ടിലെ മാണിക്യം, ചെളിക്കുണ്ടിലെ താമര പോലെ. അങ്ങനെ മേക്കപ്പ് അഴിക്കുന്നതിന് മുന്നേ തന്നെ റുസ്റ്റും ബൈയും പെണ്ണും തമ്മിലുള്ള എൻഗേജ്മെന്റും അങ്ങ് കഴിയും. അല്ല, നിങ്ങൾക്ക് റുസ്റ്റും ബൈയെ പറ്റി ഞാൻ പറഞ്ഞു തന്നില്ലല്ലോ. ഒന്നുമില്ല, പുള്ളി ഒരു ആട്ടർച്ച് വെക്കുന്ന ഒരു പാവം മനുഷ്യനാണ്. അവൻ്റെ ഒരു ഡെക്കറേഷൻ പാവം എന്ന് പറഞ്ഞാൽ പാവം മനുഷ്യൻ, അതായത് ഗുണ്ടയാണത്രേ. പക്ഷെ നാട്ടുകാരൊക്കെ കൂടെ പുള്ളിയെ അങ്ങ് ഊക്കി വിടുക. ഇന്നലെ മാർക്കറ്റിൽ വെച്ച് നീ എന്റെ അച്ഛന് ഷോക്ക് കൊടുത്തെന്ന് കേട്ടു. അത്രയ്ക്ക് ധൈര്യമോ? മാർക്കറ്റിൽ എന്നോട് വരണ്ടാന്ന് പറയാൻ? മാർക്കറ്റ് എന്താ നിന്റെ സ്വന്തം? നിന്റെ അച്ഛന്റെ ആണോടാ ഈ മാർക്കറ്റ്? ഓ, അങ്ങനെ അടിച്ചു കിട്ടി. പക്ഷെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടെ പുള്ളി നിങ്ങൾക്ക് കാണിച്ചു തരും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടോ. അരെ വാ, എന്ത് ചോദ്യോടാ നീ ചോദിച്ചത്? അങ്ങ് മെഴുകിക്കളഞ്ഞ്. ആൻഡ് ഇങ്ങേരാണെങ്കിൽ ഒരു റിലേറ്റബിൾ ഗുണ്ട കൂടെയാണ്, പക്ഷെ കുറച്ച് കൂടുതൽ റിലേറ്റബിൾ ആണോ എന്ന് സംശയമുണ്ട്. പുല്ല് നാശം, ഈ ജന്മത്തിൽ ഇനി പെണ്ണ് കിട്ടില്ല, കല്യാണവും നടക്കില്ല. ഓക്കെ, അങ്ങനെ സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ എൻഗേജ്മെന്റിന് ശേഷം മേക്കപ്പ് അഴിക്കുന്നതിന് മുന്നേ തന്നെ എത്രയും പെട്ടെന്ന് ഇവരുടെ കല്യാണം ഒന്ന് കഴിയും. ഓ, ഇവർ കെട്ടാ മുട്ടി നിൽക്കുക എന്നടെ. ആൻഡ് കല്യാണത്തിന് ശേഷം പുള്ളി കുറച്ച് എക്സൈറ്റഡ് ആണ്. ഇത് കുറച്ച് കൂടുതൽ എക്സൈറ്റഡ് ആണെങ്കിലേ ഉള്ളൂ. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കല്യാണത്തിന് ശേഷം ഒരു കുളി കുളിച്ചപ്പോൾ ഇവളുടെ മേക്കപ്പ് മൊത്തത്തിൽ അങ്ങ് വരും. ഇതെന്താ ഇവ മഴവിലിനാണോ മേക്കപ്പ് ഇട്ട്? ഓക്കെ, അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഒരു മേക്കപ്പ് അഴിച്ചതല്ലേ, അതിനിപ്പോൾ പ്രത്യേകിച്ച് എന്ത് സംഭവിക്കാനാണല്ലേ? പക്ഷേ ചെറിയ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കും. അതായത് ഇവരുടെ അച്ഛനും അമ്മയ്ക്കും സ്ട്രോക്ക് പോകും, ആൻഡ് ഇങ്ങേർക്കാണെങ്കിൽ ബ്യൂട്ടി പാർലർ ട്രോമയാവും. ഇനി ഒരു ബ്യൂട്ടി പാർലറോ? ഓ ഭാഗ്യം, ഇവരാരും ഓവർ റിയാക്ട് ചെയ്തില്ലല്ലോ. ആൻഡ് അങ്ങനെ ഈ ട്രോമ മൂത്ത് ഇങ്ങനെ പോയിട്ട് നമ്മുടെ സോനുവിന്റെ പാർലർ ആൾക്കാരെ കൊണ്ട് കല്ലെറിയിപ്പിച്ച് അങ്ങ് പൊളിക്കും. പക്ഷെ അതൊരു വെറും പാർലർ ആയിരുന്നില്ല നമ്മുടെ സോനുവിന്. സോനുവിടെ അമ്മയെ അവിടെ വെച്ചായിരുന്നു കൊന്നത്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, പയറുപോലെ നടന്നുകൊണ്ടിരുന്ന ഇവന്റെ അമ്മ ഇവന്റെ അടുത്ത് എന്തോ പുതിയ മേക്കപ്പ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകും. അതിന്റെ പുള്ളിക്കാരി 5 മിനിറ്റിനുള്ളിൽ തന്നെ അങ്ങ് വടിയാവും.
എന്നിട്ട് ഇവനാണെങ്കിൽ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ബ്യൂട്ടി പാർലർ ഇവന് കൊടുത്തിട്ട് ഇവന്റെ അമ്മ ഇവനെ കടാക്ഷിച്ചിട്ട് ആകാശത്തേക്ക് പോയി എന്നൊക്കെയാണ്. എനിവേ സോനുവിന് അത്രയോ ആത്മബന്ധമുള്ള പാർലർ ആരെങ്കിലും തൊട്ടാലുണ്ടല്ലോ. അതെന്റെ വെറൊരു പാർലർ മാത്രമല്ല, ഇമോഷനും കൂടെ. ആദ്യം തന്നെ കുറച്ചൊന്ന് ഓടും, എന്നിട്ടും അടി പുറകെ തന്നെ വരുന്നുണ്ടെങ്കിൽ വേഷം തന്നെ അങ്ങ് മാറിക്കളയും. എനിവേ അടി കിട്ടുന്നത് മേടിച്ചിട്ട് വേഷം മാറിയ ശേഷം നമ്മുടെ സോനുവിന്റെ റേഞ്ച് തന്നെ അങ്ങ് മാറും. അതായത് പിന്നെ സോനുവിനെ കണ്ട ആണുങ്ങളെല്ലാം കോഴികളാവും, എന്തിന് പെണ്ണുങ്ങളെല്ലാം ലെസ്ബിയൻസ് വരെയാവും. വാവ്. ആൻഡ് റുസ്റ്റും ഭായ് പുതിയ എന്തോ സാധനം കൂടെയാവും. ഇതെന്താന്ന് എനിക്ക് വലിയ പിടിയില്ല. ഓക്കെ, ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല സോനു ഒരാണാന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ ഇവനെന്തോടെ ഈ കാണിക്കുന്നത്? നിന്റെ ലൈസൻസിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ, പക്ഷേ എന്റെ സൈലൻസറിന്റെ കാര്യം. ആക്ച്വലി ഈ ഒരു വീഡിയോ കുറച്ച് ഡിലേ ആവാനുള്ള കാരണം ഈ ഒരു സീനാണ്. കാരണം ഇത് കണ്ടതിന് ശേഷം പിന്നെ 2 ദിവസം പ്രീമിയർ പ്രോ പോലും തൊട്ടിട്ടില്ല. അപ്പോൾ അതെന്തായാലും പോട്ടെ, അത് മാച്ചുകളാണ് നിങ്ങൾ. പക്ഷെ നീ മുതലെടുക്കുകയാണല്ലോടാ സോനു. ഓ മുതലെടുത്ത് അതും ഗേൾ ഫ്രണ്ടിനെ തന്നെ മുന്നിൽ വെച്ച്. അയാളെ ചെന്ന് ഉമ്മാച്ചിരിക്കുന്നു. വാവ്, പെണ്ണുങ്ങളുടെ അടുത്ത് ഗേൾ ഫ്രണ്ട്സ് പൊസസീവ് ആവുന്നത് കാണാം, പക്ഷെ ആണുങ്ങളുടെ അടുത്തും പൊസസീവ് ആവുന്നത് ഈസ് ക്രേസി. നീ അതും നേടിയിരിക്കുന്നു സോനു, വെൽഡൺ. അങ്ങനെ എന്തായാലും കിസ് കിട്ടിയതിനൊക്കെ ശേഷം നമ്മുടെ റുസ്റ്റും ഭായി പോയിട്ട് ഒരു സിമ്പിൾ ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മുടെ സോനുവിനെയും വിളിക്കും. ആ പുള്ളിയുടെ 1ാം പിറന്നാളാണെന്ന് തോന്നുന്നു. ഹാപ്പി ബർത്ത്ഡേ ബ്രോ. അങ്ങനെ ഈ സിമ്പിൾ പിറന്നാളിന് ശേഷം ഇങ്ങനെ വേറൊരു ഫംഗ്ഷനും കൂടെ നമ്മുടെ സോനുവിനെ വിളിക്കും. കല്യാണക്കുറിയോ? ആരുടെ? നോക്ക്, രാത്രി മുഴുവൻ ആലോചിച്ചു. ഇതുപോലുള്ള പെണ്ണുപിടിയന്മാര്, ആ SI പോലുള്ള പരദൂഷണക്കാര്, ഏത് റൗഡികളായാലും നിന്നെ ശല്യപ്പെടുത്താൻ വരാതിരിക്കണമെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കണം. വരുന്ന ഞായറാഴ്ച രാത്രി നമ്മുടെ കല്യാണം. ഞാൻ ആദ്യമായിട്ടാണ് കല്യാണ കത്ത് കൊടുത്ത് കല്യാണ പെണ്ണിനെ തന്നെ വിളിക്കുന്ന ഒരു കല്യാണമൊക്കെ കാണുന്നത്. ഓ, എന്തൊക്കെ കാണണം. അതിനിത് കല്യാണ പെണ്ണല്ലല്ലോ, ആണല്ലേ? ആ, അത് ശരിയാണല്ലോ കോപ്പ്. ബൈ ദ വേ, ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് റുസ്റ്റും ഭായി കല്യാണം കഴിച്ചതല്ല, ഇങ്ങനെ ഭാര്യയ്ക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഭാര്യ സോനുവിന്റെ ടീമായിരുന്നു. ഒന്ന് പോയി പെണ്ണിനെ കണ്ടൂടെ? ഭംഗിയുണ്ടെങ്കിൽ മാത്രം കല്യാണം നടത്തിയാ മതി അമ്മേ. സോ അങ്ങനെ എന്തായാലും അവസാനം കല്യാണ ദിവസത്തും. ഒരു കാര്യം ഞാൻ പറയാം, ബർത്ത്ഡേ വെച്ച് നോക്കുമ്പോൾ ഇതൊരു സിമ്പിൾ കല്യാണമായിരുന്നു. അങ്ങനെ കല്യാണം കഴിക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ സോനു പറയും ഇത് ആക്ച്വലി ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ, അതാ ക്യാമറ അതാ അങ്ങോട്ടേക്ക് നോക്കൂ. ആൻഡ് ഇത് കേട്ട് നമ്മുടെ റുസ്റ്റും ഭായി അങ്ങ് തകർന്നു പോകും. ഐ മീൻ ആരായാലും തകർന്നു പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഒരു പെണ്ണിന്റെ പുറകെ ഈ ഒരു പാട്ടും പാടി നടന്നിട്ട് ഇത് പെണ്ണല്ല ആണാണെന്നറിയുമ്പോഴുള്ള അവസ്ഥ. എന്താടാ നിർത്തിയത്? കൊല്ലട എന്നെ, കൊല്ലടാ. എന്തിനാ നീ നിർത്തിയത്? എന്നെ കൊല്ല്. അങ്ങനെ പിന്നെ സോനു റുസ്റ്റും ഭായിയോട് എന്തൊക്കെയോ തള്ളി പുള്ളിയെ പറഞ്ഞങ്ങ് കൺവിൻസ് ചെയ്യും. ഒരു കൊലപാതകം കടാക്ഷമാക്കിയവനെ. പിന്നാണോ ഇത്? അങ്ങനെ എന്തായാലും അറ്റ് ലാസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് അങ്ങ് എൻഡ് ആവും. അതായത് റുസ്റ്റും ഭായിക്ക് പുള്ളിയുടെ മേക്കപ്പ് അയച്ച ഭാര്യയെ ഇഷ്ടപ്പെടും. ആൻഡ് ബ്യൂട്ടി പാർലർ ട്രോമയും മാറും. ആൻഡ് സോനുവിന് പുള്ളിയുടെ ബ്യൂട്ടി പാർലർ തിരിച്ചു കിട്ടുകയും ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ ഹാപ്പി. അങ്ങനെ ഈ ഹാപ്പി ക്ലൈമാക്സ് കൂടെ കണ്ടപ്പോൾ ഈ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർക്ക് മനസ്സിലായി. അപ്പൊ തന്നെ പുള്ളി പെട്ടിയും കിടക്കൊക്കെ എടുത്തങ്ങ് സ്ഥലം വിടും. ഹേയ് ബായ് പോലെ മിഡ് ക്രെഡ് സീനിൽ കൂടെ ഒന്ന് മ്യൂസിക് ഇടണം. ഇനിയിപ്പോ അതിന്റെ കുറവേ ഉള്ളൂ, പല നോ കോപ്പി റൈറ്റ് സോങ് ഇടറാ.